അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ എക്സാം അടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഫിഖ്ഹിന്റെ ഒരു മോഡൽ പേപ്പർ നോക്കാം. ഫിഖ്ഹിന്റെ വിഷയത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഏതൊക്കെ രൂപത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക, അതൊക്കെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ അതിന്റെ ആൻസർ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എന്താവുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റത്തെ ചോദ്യമാണ്, ഉത്തരം എഴുതുക. ചോദ്യം എന്താണ്? പുരുഷന് ധരിക്കൽ ഹറാമാണ് എന്തെല്ലാം? നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചുക്കണം അല്ലെ, പുരുഷൻ എന്തൊക്കെ ധരിക്കലാണ് ഹറാമ്. ആൻസർ നോക്കി. സ്വർണം, വെള്ളി, പട്ട് എന്നിവ പുരുഷന് ധരിക്കൽ എന്താണ്? ഹറാമാണ്. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇവ ധരിക്കൽ അനുവദനീയവുമാണ്. അതും പഠിക്കുക. അതോടൊപ്പം തന്നെ എന്തും പഠിക്കണം. ഒരു വെള്ളിമോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന്റെ സുന്നത്താണ്. അപ്പൊ മോതിരം ഏത് വിരലിലാണ് അണിയേണ്ടത്? ചെറുവിരലിൽ കേട്ടോ. ചെറുവിരലിലും മോതിരം അണിയണീന്റെ വിധി എന്താണ്? സുന്നത്താണ്. ആ രൂപത്തിൽ തന്നെ ഒപ്പം പഠിച്ചു പോരട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, നെഞ്ഞും മുഖവും കിബിലക്ക് മുന്നിടിക്കണം. ആരാണ് നെഞ്ഞും മുഖവും കിബിലക്ക് മുന്നിടിക്കേണ്ടത്? നമ്മൾ രണ്ടാമത്തെ പാഠത്തില് ഒരുപാട് ഇത് പറഞ്ഞുകൊണ്ടല്ലോ, കിബിലക്ക് മുന്നിടേണ്ട രൂപങ്ങള്. കടന്ന് നിസ്കരിക്കണ പോലെ എങ്ങനെയാണ്, നിന്ന് നിസ്കരിക്കണ പോലെ എങ്ങനെയാണ് മുന്നിടേണ്ടത്, ഇരുന്ന് നിസ്കരിക്കണ പോലെ എങ്ങനെയാണ് മുന്നിടേണ്ടത്, അത് ഫുള്ള് പഠിക്കുക. അപ്പൊ അതിന്റെ ആൻസർ കറക്റ്റ് കിട്ടും കേട്ടോ. ഇനി ആൻസർ നോക്കി എന്താണ് പറയണെന്നുള്ളത്. ആരാണ് കിബിലക്ക് മുന്നിടേണ്ടത്? ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ഞും മുഖവും കൊണ്ടും. അപ്പൊ ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവരാണ് എന്താവേണ്ടത്? നെഞ്ഞും മുഖവും കൊണ്ട് കിബിലക്ക് മുന്നിടേണ്ടത്. ഇനി മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ എന്തുകൊണ്ടൊക്കെയാണ് കിബിലക്ക് മുന്നിടേണ്ടത്? മുഖവും ഉളൻ കാലി എന്നിവ കൊണ്ടും മുന്നിടണം. നിന്നും ഇരുന്ന് നിസ്കരിക്കുന്നവരോ നെഞ്ഞുകൊണ്ട്. കാബ കാണുന്നവര് ഉറപ്പായും കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അല്ലാത്തവര് ഈ ദിശയിലാണ് കാബ എന്നുള്ള ഒരു ധാരണ പ്രകാരവുമാണ് കിബിലക്ക് മുന്നിടേണ്ടത്. അപ്പൊ ഈ കിബിലക്ക് മുന്നിടേണ്ട രൂപം പൂർണ്ണമായിട്ടും പഠിക്കണം കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ പരീക്ഷക്ക്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ത്രീ ശരീരം മുഴുവനും മറക്കണം എപ്പോൾ? ഒന്നാമത്തെ പാഠം ഔറത്ത് മറക്കുക എന്നല്ലേ. അതിലൊരുപാട് രൂപത്തിൽ പറയുന്നുണ്ട് സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ അതിൽപ്പെട്ടൊരു ചോദ്യമാണ്, സ്ത്രീ ശരീരം മുഴുവനും മറക്കണം എപ്പോൾ? എപ്പോഴാണ്? അന്യ പുരുഷന്മാരുടെ അടുക്കൽ ശരീരം മുഴുവനും എന്താവണം? സ്ത്രീ മറക്കണം. അതാണല്ലോ സ്ത്രീയുടെ ഔറത്ത് പറഞ്ഞേക്കണേ. അവിടെ തന്നെ ഒരുപാട് ഔറത്തിന്റെ രൂപം പറയുന്നുണ്ട്. നോക്കി, നിസ്കാരത്തിൽ മുഖവും രണ്ടും മുൻകഴിയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും എന്താണ്? സ്ത്രീയുടെ ഔറത്താണ്. അതുപോലെ ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലമാണ് എന്ത്? സ്ത്രീയുടെ ഔറത്ത്. അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ് സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ ഈ ഔറത്തിന്റെ ഭാഗം പഠിക്കുമ്പോൾ ഇതിന്റെ 4 രൂപം എന്താവുക? പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഏതെങ്കിലും ഒരു ഭാഗം ചോദിക്കോട്ടെ എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉത്തരം എഴുതുക. സഹവിന്റെ സുജൂദ് എന്നാൽ എന്ത്? നമുക്ക് അവസാനത്തെ പാഠല്ലേ, ഈ പരീക്ഷക്കുള്ള അവസാനത്തെ പാഠം. തുറന്നു നോക്കി എല്ലാവരും പുസ്തകത്തില്. സഹവിന്റെ സുജൂദ് എന്നാൽ എന്ത്? എന്താണ്? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹവിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അത് പഠിക്കുമ്പോ തന്നെ എന്തും പഠിക്കണം. സഹവിന്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും കൂടെ പഠിക്കുക. എപ്പോഴാണ്? സലാമിന്റെ അല്പം മുമ്പ്. അതുപോലെ സുജൂദ് സഹവിന്റെ രൂപം എങ്ങനെയാന്നുള്ളതൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ പഠിക്കട്ടോ. ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്ത ചോദ്യമാണ്, വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്ത് ഏതൊക്കെയാണ്? ഒന്നാം റക്അത്തിൽ സൂറത്തുൽ അഅലയും, 2ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും, 3ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസി, മുഅവ്വിദത്തൈനി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കട്ടോ. തറാവീഹ് നിസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെയാണ്? തറാവീഹ് നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ടത്. തറാവീഹ് നിസ്കാരത്തിന്റെ രൂപം എന്ന് പറഞ്ഞൊരു പാഠമുണ്ടല്ലോ. ആ പാഠത്തിൽ പറയണ്ടേ എങ്ങനെയാണ് തറാവീഹ് നിസ്കാരത്തിന് നീയത്ത് വെക്കേണ്ടതെന്നുള്ളത്. എങ്ങനെയാണ്? തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നീയത്ത് ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ വെക്കാം? ഖിയാമുർ റമദാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നുണ്ടാവുക. ഓരോ 2 റക്അത്തിലും നീയത്ത് ചെയ്യണം. ഇതാണ് തറാവീഹ് നിസ്കാരത്തിന്റെ രൂപം, നീയത്തിന്റെ രൂപം ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് സ്ത്രീയുടെ ഔറത്ത് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ നേരത്തെ ഔറത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ പറഞ്ഞു.
ഈ ഭാഗം ഫുള്ള് പഠിക്കണം, ഇതിൽ നിന്ന് ചോദ്യം വരും എന്നുള്ളത് അല്ലെ. വീണ്ടും നോക്കി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നിങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കണേ. അതിൽ അവസാനത്തെ പോയിന്റ് നോക്കി, മുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ് സ്ത്രീയുടെ ഔറത്ത്. അപ്പൊ ആ രൂപത്തിൽ ഔറത്തുകളൊക്കെ പൂർണ്ണമായിട്ടും പഠിക്കണം കേട്ടോ. പുരുഷന്റെയും പഠിക്കണം. പുരുഷന്റെ പിന്നെ പഠിക്കാൻ സുഖാണ്, ഒറ്റ ഔറത്തേ ഉള്ളൂ, എന്താണ് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം, അത് അത്ര പഠിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താ ചോദിച്ചിരിക്കണേ നോക്കി, എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? അഥവാ നമ്മൾ നിസ്കരിക്കണ സമയത്ത് നമുക്ക് സംശയം ഉണ്ടായി, നമ്മൾ എത്ര റക്അത്ത് നിസ്കരിച്ചു, 3 ആണോ 4 ആണോ, അല്ലെങ്കിൽ 4 ആണോ 5 ആണോ എന്നൊക്കെ സംശയം ഉണ്ടായി. അങ്ങനെ സംശയിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ നോക്കി എന്താ ചെയ്യേണ്ടത്? കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. അങ്ങനെ സംശയം ഉണ്ടായാൽ, നമുക്ക് 3 ആണോ 4 ആണോ സംശയമായി, അല്ലെങ്കിൽ 4 ആണോ 5 ആണൊക്കെ സംശയമായാല് ഈ ഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അപ്പൊ 3 ആണോ 4 ആണോ സംശയം ഉണ്ടായാലും 3 ഉറപ്പിച്ചിട്ട് ബാക്കി 4-ാമത്തെ റക്അത്ത് നിസ്കരിക്കുക. 4 ആണോ 5 ആണോ സംശയമായാല് 4 ഉറപ്പിച്ചിട്ട് എന്താവുക, സലാം വീട്ടുക. അങ്ങനെ ചെയ്തിട്ട് എന്തും വേണം, അവസാനം സഹവിന്റെ സുജൂദും ചെയ്യണം. അപ്പൊ അതാണ് അതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ ഈ ഭാഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇമാമിന്റെ സഹവിന്റെ സുജൂദ് വരുന്ന ഭാഗത്ത്. അപ്പൊ അതൊക്കെ നല്ലോണം പഠിക്കണം കേട്ടോ പുസ്തകത്തിൽ നോക്കിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജംഅ് എന്നാൽ എന്ത്? ഈ പാഠത്തുനിന്ന് ജംഅ് എന്നാൽ എന്ത് പഠിക്കണം, കസ്ർ എന്നാൽ എന്ത് പഠിക്കണം, ജംഉ തഖ്ദീം പറഞ്ഞാൽ എന്താ പഠിക്കണം, ജംഉ തഅഖീർ എന്താന്ന് പഠിക്കണം. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ടും പഠിച്ചണം. അപ്പൊ നിങ്ങൾക്ക് വളരെ സുഖേകാരം. എന്നാലും നോക്കുക, ജംഅ് എന്നാൽ എന്ത്, എന്താണ് ജംഅ് എന്നാല്? ളുഹറും അസറും ഒന്നിച്ചും മഗ്‌രിബും ഇശാവും ഒന്നിച്ചും 2-1 സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. അപ്പൊ സുഖല്ല പഠിക്കാന്, പഠിക്കട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിത്ർ പതിവായി ഒരു റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ വിധി എന്ത്? എന്താണ് വിധി? ഖറാഅത്ത്. എന്താണ്? ഖറാഅത്ത്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഖസ്ർ. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതാണ്? കഅബയാണ്. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ എന്ത് കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്? എങ്ങനെയാണ്? നെഞ്ഞ് കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. സഹവിന്റെ സുജൂദ് സലാമിന് മുമ്പോ ശേഷമോ? എപ്പോഴാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്? സലാം വീട്ടിന് മുമ്പാണ് ശേഷമാണ്? എപ്പോഴാണ്? സലാമിന്റെ മുമ്പായി തന്നെ ഉണ്ട് ഉത്തരം. നല്ല സുഖല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ്, ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഇനി അടുത്തൊരു പ്രവർത്തനാണ് ബയ്യിനൽ അഹ്കാം, വിധികൾ എഴുതുക. വിധികൾ എഴുതുക, ഹുക്കുമുകൾ എഴുതുക. ഒന്നാമത്തത്, നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കുക. അതിന്റെ വിധി എന്താണെന്നുള്ളത് എന്താണ്? ഖറാഅത്താണ്. നെയ്ത ശേഷം അഥവാ തുന്നി കഴിഞ്ഞിട്ട് ആ വസ്ത്രം കൊണ്ടുപോയിട്ട് എന്താ കളറിൽ മുക്കുക, അത് ധരിക്കൽ എന്താണ്? ഖറാഅത്താണ് ട്ടോ. നരച്ച മുടിക്ക് ചുവപ്പ് മഞ്ഞ കളർ കൊടുക്കൽ, അതിന്റെ വിധി എന്താണ്? സുന്നത്താണ്. കപ്പിത്താനല്ലാത്ത കപ്പൽ യാത്രക്കാർക്ക് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ എന്താണ്? നിർബന്ധമാണ്. അപ്പൊ ഈ രൂപത്തിൽ ഇനി ബാക്കി പാഠങ്ങളിലൊക്കെ ഒരുപാട് ഹുക്കുമുകൾ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഓരോ രൂപം ചോദിച്ചു എന്നുള്ളൂ. അപ്പൊ അതൊക്കെ പഠിക്കട്ടോ. ഇനി അടുത്തതാണ്, ശരിയുള്ളതിന് നേരെ ശരിയിടുക, തെറ്റുള്ളതിന് നേരെ എന്തിടുക? തെറ്റിടുക. തറാവീഹ് ഈ 2 റക്അത്തായാണ് നിസ്കരിക്കേണ്ടത്. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഈ 2 റക്അത്തായിട്ടല്ലേ തറാവീഹ് നിസ്കരിക്കണ്ടേ? ആണ്. അപ്പൊ ഇനി ശരിയിടുക. തറാവീഹ് 8 റക്അത്താണ്. ശരിയാ തെറ്റാ? തെറ്റ്. എത്ര റക്അത്താണ്? 20 റക്അത്ത്. തഹജ്ജുദ് നിസ്കാരം ഇശാഇന് ശേഷമാണ് നിസ്കരിക്കേണ്ടത്. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ? തെറ്റാണ്. എപ്പോഴാണ് നിസ്കരിക്കണ്ടേ? തഹജ്ജുദ് നിസ്കാരം ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് എന്താവേണ്ടത്? നിസ്കരിക്കേണ്ടത് കേട്ടോ. തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. അതിന്റെ പരിധി ഉണ്ടോ? ഇല്ല. എത്രയാവാന്നല്ല പറഞ്ഞ. അപ്പൊ അതിന് ശരിയിടുക കേട്ടോ. വിത്ർ പൂർണ്ണമായത് 11 റക്അത്താണ്. ശരിയല്ലേ? അപ്പൊ ശരിയിടുക. ജംഉം കസ്റും അനുവദനീയമാക്കുന്ന യാത്രയുടെ ദൂരം 133 കിലോമീറ്റർ ആണ്. എത്ര കിലോമീറ്റർ ആണെന്നുള്ള നമ്മൾ പാടത്ത് പഠിച്ചത് എത്രയാണ്? 133 തന്നെയല്ലേ? അപ്പൊ ശരിയല്ലേ? അപ്പൊ ശരിയിടുക. എല്ലാ നിസ്കാരവും കസ്റാക്കാൻ പറ്റുമോ? അങ്ങനെ എല്ലാ നിസ്കാരവും കസ്റാക്കാൻ പറ്റുമോ? ഇല്ല. തെറ്റാണല്ലേ? 4 റക്അത്തുള്ള നിസ്കാരം മാത്രമല്ലേ കസ്റാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് തെറ്റാണ് കേട്ടോ. പുരുഷന് സ്വർണവും പട്ടും ധരിക്കുന്നത് ഹലാലാണ്. ഹലാലാണോ പുരുഷന് പട്ടും സ്വർണ്ണൊക്കെ ധരിക്കല്? ഹലാല ഹറാമാ? ഹറാമല്ലേ? അപ്പൊ ശരിയാ തെറ്റാ? തെറ്റ്. അപ്പൊ അവിടെ തെറ്റു കേട്ടോ. ഈ രൂപത്തിൽ ശരിയും തെറ്റും അടയാളപ്പെടുത്താൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അടുത്തതാണ് സമയം എഴുതാന്. ചോദ്യം എന്താണെന്ന് അറിയോ? വിത്തറിന്റെ സമയം എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം. വിത്തറിന്റെ സമയം എപ്പോഴാണ്?
നമ്മൾ പഠിച്ചതല്ലേ എപ്പോഴാണ്? വിത്തറിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ്. അഥവാ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് സുബഹിന്റെ മുമ്പായിട്ട് നിസ്കരിക്കണ നിസ്കാരാണ് എന്ത്? വിത്തർ നിസ്കാരം എന്നുള്ളതിൽ ഏറ്റവും നല്ലത് അവസാനം നിസ്കരിക്കലാണ്. അഥവാ സുബഹിന്റെ മുമ്പ് എണീറ്റ് വിത്തർ നിസ്കരിക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്? അവസാനം നിസ്കരിക്കലാണ്. അഥവാ സുബഹിയുടെ തൊട്ട് മുമ്പായിട്ട് നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി അടുത്തതാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം അല്ലെ. തഹജ്ജുദ് നിസ്കാരം എപ്പം നിസ്കരിക്കണ നിസ്കാരമാണ്? രാത്രി അല്ലേ. അപ്പൊ അതിന്റെ സമയം എങ്ങനെ എഴുതേണ്ടത്? പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കണേ? രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. അഥവാ രാത്രി ഉറങ്ങി എണീറ്റിട്ടാണ് നിസ്കരിക്കേണ്ടത്. ഇശാ നിസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങി എണീറ്റിട്ട് നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്ത്? തഹജ്ജുദ് നിസ്കാരം. സുബഹിയുടെ മുമ്പായിട്ട് തന്നെയാണ് എന്താവേണ്ടത്? നിസ്കരിക്കേണ്ടത്. അടുത്തതാണ് തറാവീഹ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാന്ന് എഴുതാനാണ്. തറാവീഹ് നിസ്കാരത്തിന്റെ സമയം ഇപ്പൊ നമ്മള് വിത്ർ നിസ്കാരത്തിന്റെ സമയം പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം പറഞ്ഞു. ഇനി തറാവീഹ് നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? ഇശാ നിസ്കരിച്ച ശേഷം ഫജർ വരെയാണ് അതിന്റെ സമയം. അഥവാ ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബ്ഹി വരെയാണ് അതിന്റെ സമയം. അതിന്റെ ഇടയിൽ എപ്പോഴും നിസ്കരിക്കാം. എത്ര റക്അത്താണ് തറാവീഹ്? 20 റക്അത്താണ്. അപ്പൊ അതൊക്കെ ആദ്യം മനസ്സിൽ പഠിച്ച് റെഡിയാക്കി വെക്കട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് യോജിച്ചവ ചേർക്കുക. അവ ചേരുംപടി ചേർക്കാന് നോക്കി. സലാമിന്റെ ശേഷം ഉണ്ടാകുന്ന സംശയത്തിന് പരിഗണനയില്ല. അതല്ല അതിനോട് ചോദിച്ചത്. ഇനി അടുത്തത് എന്താണ്? തറാവീഹിന്റെ മറ്റൊരു പേരാണ് എന്താണ്? ഖിയാമു റമളാന്. അത് പഠിക്കുമ്പോ ആ പേര് വരാനുള്ള കാരണം എന്താന്നൊക്കെ പഠിക്കണം കേട്ടോ. അതുപോലെ തറാവീഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥമൊക്കെ പഠിക്കണം. തഹജ്ജുദ് ഈ 2 റക്അത്തുകളായി തഹജ്ജുദ് ഈ 2 റക്അത്തുകളായി ഡാഷ് അതിന്റെ വാക്യം എന്താണ്? എത്രയും നിസ്കരിക്കാം. വിത്തർ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അതിന്റെ വിധി അവിടെ ഉണ്ടല്ലോ അല്ലേ. 4 റക്അത്തിനെ 2 ആക്കി നിസ്കരിക്കലാണ് എന്ത്? കസർ. അപ്പൊ ഈ രൂപത്തിലൊക്കെ ചേരുംപടി ചേർക്കാനും വരും. ഈ ക്വസ്റ്റ്യൻ ആവുന്നല്ല പറയണേ. ഈ രൂപത്തില് പാഠങ്ങളിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ആവട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ് 2 എണ്ണം വീതം എഴുതാന്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 എണ്ണമാണ് ഇതുണ്ട്. അപ്പൊ 2 എണ്ണെങ്കിലും എല്ലാവരും പഠിക്കണം കേട്ടോ. എന്താണ് ഗുണം? അവിടെ പറയണ്ടല്ലോ അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് പറയണ്ടല്ലോ. ഒന്നെന്താണ്? അവ നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്? അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ്. 2 എന്താണ്? പാപമോചനത്തിനുള്ള വഴിയാണ്. 3 ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണ്. 4 എന്താണ്? ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ 4 പോയിന്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതില് ഇഷ്ടമല്ല 2 എണ്ണെങ്കിലും മിനിമം പഠിക്കുക. 4ഉം പഠിച്ചാൽ അൽഹംദുലില്ലാ ഫുൾ മാർക്ക്. ഇനി അഥവാ പൂരിപ്പിക്കാനൊക്കെ വന്നാൽ അതിന്റെ ഫുൾ മാർക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ രൂപത്തിൽ തന്നെ പഠിക്കട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പുരുഷന് ധരിക്കൽ ഹറാമായവ ഏതൊക്കെയാണ് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇപ്പൊ 2ാം വട്ടമാണ് വരുന്നത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ പുരുഷന് ധരിക്കൽ ഹറാമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? നമ്മൾ മുമ്പ് പഠിച്ചു തന്നെയാണല്ലോ അല്ലെ. എന്താണ്? പട്ട് വസ്ത്രങ്ങൾ, അതുപോലെ സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ധരിക്കൽ എന്താണ്? ഹറാമാണ് കേട്ടോ. പക്ഷെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് എന്താണ്? അത് അനുവദനീയമാണ്. എന്താവാൻ പറ്റും? കുട്ടികൾക്ക് ധരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് നാപ്പീനൊക്കെ പണ്ടം കെട്ടി കൊടുക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ജംഇനും കസ്റിനുമുള്ള ചില നിബന്ധനകൾ. ഇപ്പൊ ഇത് പഠിക്കുമ്പോ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജംഇന് മാത്രമുള്ള നിബന്ധനകൾ വേറെ പറയുന്നുണ്ട്, കസ്റിന് മാത്രമുള്ള നിബന്ധനകൾ വേറെ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ജംഇനും കസ്റിനുമുള്ള ചില നിബന്ധനകളാണ്. അപ്പൊ അതും കൂടെ പഠിക്കട്ടോ. നോക്കാം. ജംഇനും കസ്റിനുമുള്ള ചില നിബന്ധനകൾ എന്തൊക്കെയാണ്? ദീർഘയാത്രയായിരിക്കുക, അഥവാ 2 മർഹല ഉണ്ടാവണം. അതുപോലെ തന്നെ ഏകദേശം 133 കിലോമീറ്റർ 2 മർഹല പറഞ്ഞാൽ കേട്ടോ. അതുപോലെ അനുവദനീയമായ യാത്രയാവുക. അല്ല സിനിമാറ്റിക് ഡാൻസിനൊക്കെ പോണ യാത്ര ആയിട്ട് കാര്യമല്ല, അനുവദനീയമായ ഹലാലായ യാത്രയാവണം കേട്ടോ. അപ്പോൾ ലക്ഷ്യസ്ഥാനം അറിയുക, നമ്മൾ ഇന്ന സ്ഥലത്തേക്കാണ് പോണെന്നുള്ള ആദ്യം ഉറപ്പിക്കണം. താമസിക്കുന്ന നാട് വിട്ട് കടക്കുക. അപ്പൊ ഈ രൂപത്തിലുള്ളതൊക്കെ എന്താവുക പഠിക്കട്ടോ. ഇനി അർത്ഥം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. മൻ കാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നിങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സുഖേകാരല്ലേ. എന്താണ് അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്താ പറയണത്? വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞു പോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മളെ ഏത് പാഠത്തിലാണ്? തറാവീഹിന്റെ പാഠത്തിൽ തന്നെ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് പഠിക്കുക. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ സുഖേക്കാരട്ടോ പഠിക്കാന്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അത് അർത്ഥം എഴുതാൻ വന്നൊന്നാണ്.
അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റകഅത്തൻ സിവൽ വിത്തിരി. അതിന്റെ അർത്ഥം എന്താണ്? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ വിത്തർ കൂടാതെ 20 റകഅത്ത് നിസ്കരിക്കുമായിരുന്നു എന്ന്. അപ്പൊ വിത്തർ പിന്നെ 20 പുറമേണ് നിസ്കരിക്കുക. തറാവീഹ് 20 നിസ്കരിക്കുമായിരുന്നു എന്നർത്ഥം. തറാവീഹ് 20 റകഅത്താണ്. പല വിഭാഗക്കാരും തറാവീഹ് 20 റകഅത്ത് ഇല്ല എന്നൊന്നും പറയുന്ന കാര്യമൊക്കെ ഉണ്ട്. അവർക്ക് അന്തല്ലായിട്ടാന്ന് കരുതിയാൽ മതി കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ് അൽ വിത്റു ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. അർത്ഥം എഴുതാൻ വന്നൊരു ചോദ്യമാണ്. അൽ വിത്റു ഹക്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. എന്താണ് പറയണേ? വിത്തർ ഹക്കുൻ എന്താണ്? ബാധ്യതയാണ്. അലാ കുല്ലി മുസ്ലിമിൻ. വിത്തർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. അപ്പൊ എല്ലാവരും എന്താണ് വിത്തർ നിസ്കരിച്ചണം. ഈ പാഠങ്ങളൊക്കെ നിങ്ങൾ ഉസ്താദ്മാർ എടുത്തു കഴിഞ്ഞില്ലേ? അപ്പൊ അതെങ്കിലും ഉസ്താദ് പാടെടുത്തല്ലോ, ഒന്നെങ്കിലും വിത്തർ നിസ്കരിച്ചാന്ന് കരുതിയിട്ട് ഒരു ദിവസമെങ്കിലും വിത്തർ നിസ്കരിക്കണ്ടോ. റമദാൻ മാസം നമ്മൾ നിസ്കരിക്കണ്ട്, അല്ലാതെ തന്നെ ഒന്ന് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻസ് ആണ് പൂരിപ്പിക്കാന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ ആയിരുന്നു. ആര്? യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമായിരുന്നു. അതിന്റെ വാക്യ പൂരിപ്പിക്കാനാണ്. എന്താണ്? ഫീ റമളാന 20 റകഅത്തൻ സിവൽ വിത്തിരി. അതുപോലെ രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം അഥവാ തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം പറയണ ഭാഗമുണ്ടല്ലോ, ശീലമാക്കുക. കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽ പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. ഇത് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ഈ രൂപത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചും പൂരിപ്പിക്കാന്, അർത്ഥം എഴുതാന്, അതുപോലെ ഉത്തരം എഴുതാന്, ഹുക്കം എഴുതാന്, ചേരുംപടി ചേർക്കാന്, അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ശരി അടയാളപ്പെടുത്താനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ അത് ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മളെ ചാനലിൽ എല്ലാ പാഠം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് എല്ലാ പാഠം ഉണ്ടാവുക, പഠിക്കുക. അതിൽ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻസ് പുറമെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പഠിക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ള വിഷയങ്ങളുടെ ഇതുപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.